CMRL ഇടപാടിൽ വീണ വിജയന് പരസ്യ പിന്തുണയുമായി CPM. ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും കമ്പനി മതിയായ സേവനം നൽകിയെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ROC ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്നും AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്യാം കങ്കാലിലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, CPM ഇന്നും പ്രതിരോധം തീർക്കുവാൻ തന്നെയായിരിക്കും ശ്രമം വീണ വിജയന്റെ കാര്യത്തിൽ. അതേപടി തന്നെയാണ് MV ഗോവിന്ദനും CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ AK ബാലനും ആവർത്തിച്ച് പറയുന്നതും. തീർച്ചയായും രജനി, തീർത്തും ഈ വീണ വിജയനെയും കമ്പനിയെയും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് വീണ്ടും പാർട്ടി സ്വീകരിക്കുന്നതെന്നാണ് AK ബാലൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. എന്തായാലും അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച് AK ബാലൻ കൃത്യമായ വിശദീകരണം നൽകി. ഒരു തരത്തിലുള്ള അഴിമതിയും ക്രമക്കേടുകളും വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് AK ബാലൻ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ MV ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമായ പകപോക്കലാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും CBI മീഡിയയും അടക്കമുള്ളവരെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള അജണ്ട മാത്രമാണെന്നാണ് MV ഗോവിന്ദൻ കഴിഞ്ഞ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലും അദ്ദേഹം ഈ കാര്യം സംബന്ധിച്ച ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അത് തീർച്ചയായും ഈ വിഷയത്തെ വീണയെയും എക്സാലോജി കമ്പനിയെയും തീർത്തും ന്യായീകരിച്ചുകൊണ്ട് തന്നെയുള്ളതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ROC റിപ്പോർട്ടടക്കം വീണ വിജയനെതിരെയുള്ള കമ്പനിക്കെതിരായി തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് MV ഗോവിന്ദനും AK ബാലനടക്കമുള്ള കേന്ദ്ര നേതാക്കൾ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു കാര്യം ഇതിനകത്ത് പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മൗനം ഇക്കാര്യത്തിൽ പ്രധാനമാണ്. കാരണം ഇത്രയേറെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിട്ടും കമ്പനിക്കെതിരെ നടപടിക്ക് EDയും ഒപ്പം തന്നെ CBI അന്വേഷിക്കണമെന്ന അടക്കമുള്ള ആവശ്യവുമായി നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ കൂടി മുഖ്യമന്ത്രിയുടെ ഒരു മൗനം അത് ശ്രദ്ധേയമാണ്. ആ മൗനത്തിലേക്കാണ് ഇനിയുള്ള ആളുകൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ AK ബാലനടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്ത് വന്നപ്പോൾ തന്നെ വ്യക്തമാണ് CPMന്റെ പൂർണ്ണ പിന്തുണ അത് പരസ്യ പിന്തുണയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യഘട്ടത്തിൽ വീണ വിജയന്റെ കമ്പനിക്കെതിരായ ആരോപണങ്ങളിൽ അത് രാഷ്ട്രീയപരമായി ചില ആളുകൾ മുതലെടുക്കുകയാണ് എന്നായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് ഈ വീണ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയ ചില സത്യവാങ്മൂലത്തിന്റെ പകർപ്പോടുകൂടി തന്നെയാണ് AK ബാലൻ ഇത് സംബന്ധിച്ച വ്യക്തമായ ധാരണ നൽകുന്നതിനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് ഏത് തരത്തിലുള്ള അന്വേഷണത്തെ നേരിടാൻ എക്സാലോജി കമ്പനിയോ വീണ വിജയനും തയ്യാറാണ്. ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്ന തരത്തിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള അന്വേഷണത്തെ നേരിടാൻ തങ്ങൾ തയ്യാറാണ്. കമ്പനി എക്സാലോജിക്കിന് എതിരായ നടപടികളിൽ ആവശ്യപ്പെട്ട എല്ലാ തരത്തിലുള്ള രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലും അത് വീണ വിജയന്റെ കമ്പനി ROC റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരമുള്ള നടപടികളിൽ, അതായത് ദുരൂഹമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയും CBI ED അടക്കമുള്ള അന്വേഷണങ്ങൾ നേരിടേണ്ട സാഹചര്യമുണ്ട് എന്നൊരു ശുപാർശ കൂടി മുന്നോട്ട് വയ്ക്കുന്ന പശ്ചാത്തലത്തിലും അങ്ങനെ ഒരു നിലപാടിലേക്ക് CPM എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് AK ബാലൻ പറയുന്നതും. കാരണം ഈ ROCയുടെ റിപ്പോർട്ട് പോലും ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത പോലും ഈ AK ബാലൻ എന്ന് ചോദ്യം ചെയ്യുന്ന നിലപാടുകളുണ്ടായിരുന്നു. കാരണം ഇത് വിജിലൻസ് അന്വേഷിച്ച ഒരു കേസാണ്. ആ കേസ് മടക്കി ഹൈക്കോടതി മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഒരു നോട്ടീസും അയച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ROC അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അടക്കമാണ് AK ബാലൻ ചോദിച്ചത്. തീർച്ചയായും രജനി, AK ബാലൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം ROCക്ക് ഈ കേസിൽ തുടരെ അന്വേഷണം നടത്താനുള്ള അധികാരമില്ല, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ROCയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും പിന്തള്ളുന്ന ഒരു നിലയിലേക്ക് പാർട്ടി എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ മറുവശത്ത് നമ്മൾ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് അന്വേഷണം പോകുന്ന പശ്ചാത്തലം, അത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം പാർട്ടിക്ക് മുകളിലുണ്ടാകുന്നു, വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ്
കേസെടുത്ത പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം ഉണ്ടായാൽ ഉണ്ടാകും. അത് പാർട്ടി എങ്ങനെ വിലയിരുത്തുമെന്നുള്ള കാര്യമാണ് നോക്കിക്കാണേണ്ടത്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ ഒരു ന്യായീകരണ വാദവുമായിട്ട് CPM-ന്റെ കേന്ദ്ര നേതാക്കളടക്കം രംഗത്ത് വന്നൊരു പശ്ചാത്തലവുമുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനായത്. ഈ CMRL-ഉമായിട്ട്, അതായത് ശശിധരൻ കർത്തയുടെ കമ്പനിയും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിലുള്ള ഇടപാടുകളിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ROC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലും ആ റിപ്പോർട്ടിൽ പറയുന്ന പരാമർശങ്ങൾ അത് സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് പോലും പാർട്ടി അതിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബിനീഷ് കൊടിയേരിയുടെ ഭാഗത്ത് ബിനീഷ് കൊടിയേരിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണമുണ്ടായ പശ്ചാത്തലത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അന്ന് ആഭ്യന്തരമന്ത്രിയും പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലഘട്ടത്തിലൊക്കെയും തൻ്റെ മകനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടിയും വിശദീകരണം നൽകാനും അദ്ദേഹം തയ്യാറായിരുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണ വിധേയമായി തൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അദ്ദേഹം ആ ഒരു നടപടി സ്വീകരിക്കുന്ന അദ്ദേഹം ശ്രദ്ധേയമായി നിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാലും ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഇക്കാര്യത്തിലുള്ള മൗനം, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള അന്വേഷണത്തെ ഏത് വിധേനയാണ് നേരിടുക എന്നുള്ളത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ പാർട്ടി നേതാക്കൾ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നതും മാധ്യമങ്ങൾക്ക് വിശദീകരണവുമായി വരുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മൗനം അതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്കുള്ള അന്വേഷണം അത് പാർട്ടി വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളതിനൊരു സൂചന കൂടിയാണ്. കാരണം ഈ ഒരു സൂചന, അതായത് അന്വേഷണം ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുന്നത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും പാർട്ടി എന്നുള്ളതാണ് പാർട്ടി നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഒരു ആരോപണം, അത് മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ ROC റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ പ്രതിമാസം 5 ലക്ഷം രൂപ വീണ വിജയനും 3 ലക്ഷം രൂപ വീതം കമ്പനിക്ക് നൽകിയെന്നൊരു വാദം, ആ വാദം ROC റിപ്പോർട്ടിൽ കൂടി പരാമർശിച്ച പശ്ചാത്തലത്തിൽ അത് പണം നൽകിയതിന് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ അവർക്കായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇവർ കൃത്യമായ സേവനം നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ 447, 448, 49 വകുപ്പുകൾ പ്രകാരം ഈ വലിയ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ROC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുടരന്വേഷണം ഉണ്ടായാൽ, അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജനി, ശരി. എന്തായാലും വീണ വിജയന് പ്രതിരോധം തീർക്കുക തന്നെയാണ് CPM. അപ്പോഴും മുഖ്യമന്ത്രിയുടെ മൗനം അതെന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നതും. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇത് ചർച്ചയാവും. ഒപ്പം നിയമസഭാ സമ്മേളനം കൂടെ വരാനിരിക്കുന്നതിൽ എന്തായാലും പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കുക തന്നെ ചെയ്യും. ശ്യാം കങ്കാലിലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.